ഒരിടത്ത് ഒരു കാക്ക ഉണ്ടായിരുന്നേ. ആ കാക്കയുടെ ഒരു ഫ്രണ്ട്, ഒരു തത്ത ഉണ്ടായിരുന്നു. അപ്പോൾ തത്തയും കാക്കയും ഇങ്ങനെ എന്താ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ആ കാക്ക ഒരു ദിവസം ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ ഇരിക്കുകയായിരുന്നു. സ്പെസിഫിക്കലി പറയണം, വെറുതെ ഒരു ട്രീ അല്ല, കാക്കയല്ലേ ഇരുന്നേ, അതെ 10 തത്ത ഉണ്ടായിരുന്നു. ആ ഒരു തത്ത ഒരു കാക്ക ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു തത്തമ്മയാണ് നമ്മുടെ വാഴയുടെ തണ്ടയിൽ ഇരിക്കായിരുന്നേ ഒരു ദിവസം. അപ്പൊ ഇങ്ങനെ വാഴയുടെ തണ്ടയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുവായിരുന്നു. എന്തൊക്കെയൊക്കെയോ ഫുഡ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ കഴിക്കുമല്ലോ ഇവര്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചവച്ചരച്ചോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആ സാമാനം ഒടിഞ്ഞ നിലത്തേക്കാണ് വീണു. അങ്ങനെ നമ്മുടെ തത്തയുടെ കാലിൽ എന്ത് പറ്റി? ഒരു മുള്ളേറി. അപ്പൊ നമ്മുടെ സ്വാഭാവിക തത്ത എന്ത് ചെയ്തു? നടന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തി. പക്ഷെ അന്ന് വെറ്റിനറി ഒന്നും ഉണ്ടായിരുന്നില്ല, ഏതോ ഒരു ആയുർവേദ പോയേ. അപ്പൊ ആ ആയുർവേദ ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്താണ്ട് അരച്ചു കുറുക്കി ഒരച്ചെടുക്കേണ്ട എന്തൊക്കെയോ മരുന്ന് കൊടുത്ത്. അത് വെറുതെ കഴിക്കാൻ പറ്റില്ല, ഒരച്ച് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. ഒരച്ചൊരച്ച് ആ ഉപ്പാട് ഇളകോലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആള് നടന്നൊരു എന്താ അടുത്തെത്തി. അപ്പൊ കിണർ നല്ല മറ്റേ കരിങ്കല്ലിന്റെ ഒക്കെ കിണറായിരുന്നു. അപ്പൊ അവിടെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരച്ച് ആളൊരച്ച് മരുന്നൊരു തുള്ളി പരട്ടി, വീണ്ടും ഒരച്ച് പരട്ടണതിന് മുന്നേ അതങ്ങോട്ട് നിലത്തേക്കാണ് പോയി. അപ്പൊ ബാക്കിയുള്ളത് കാലയിൽ ഇച്ചിരി പരട്ടി വേഗം അങ്ങോട്ട് കിണറ്റിലോട്ട് ഇറങ്ങി അങ്ങ് നോക്കി. അപ്പൊ കിണറ്റിലിറങ്ങി നോക്കിയപ്പോ ദാണ്ട് കിണക്കിൽ കുറെ സ്വർണം. അങ്ങനെ പുള്ളി കോടീശ്വരനായി. അങ്ങനെ തത്ത വീട് വെച്ചു, ലൈഫ് സ്റ്റൈലും മാറി, സെറ്റപ്പായി, കല്യാണം കഴിച്ചു, ഫാമിലി. ആരാണ്? ക്രോ. അതിന് വിഷമായി, ഡിപ്രഷനായി, ആൾക്കൊന്നും എത്താൻ പറ്റില്ല.